At 29 and I find myself wondering what did happen to the last 10. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൗ ടു ഡ്രസ് വെൽ. എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്ത് പോകാന്നുള്ളത്. ബട്ട് പലപ്പോഴും ഞാൻ കാണാറുണ്ട് ആൾക്കാർ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള അടിപൊളി ബ്രാൻഡൊക്കെ ഉള്ള ഡ്രസ്സ് ഇട്ട് വരും. ബട്ട് ഒരു ലുക്ക് ഉണ്ടാവില്ല, വെറും ഒരു സാധാ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. ബട്ട് അത് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഒന്നുമില്ല, ഒരു സാധാ ഒരു ഷർട്ടും പാൻറ്റും ഉള്ളെങ്കിലും അതിട്ട് സ്റ്റൈൽ ചെയ്ത് നമ്മൾ പൊളിക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ ടിപ്പ് നമ്പർ 1, ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു നല്ല ഒരു നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് ഒരു ലുക്കും സ്റ്റൈലും കൊണ്ടുവരണമെങ്കിൽ ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ് ആണ്. ഫിറ്റിംഗ് ഈസ് കിങ്. ഇതില്ലെങ്കിൽ ഒന്നുമില്ല, ഒരു സ്റ്റൈലും ഒരു പത്രാസും ഒരു ഫാഷനും ഒന്നുമില്ല. നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫിറ്റ് ആയില്ലേ ഗോവിന്ദാണ് മോനെ, ഒരു കാര്യത്തിലും ഒരു ഗുണം ഉണ്ടാകുമ്പോൾ. അപ്പൊ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ഫിറ്റ് നല്ല രീതിയിൽ ഫിറ്റിംഗ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഫിറ്റിംഗ് കറക്റ്റ് ആക്കുക, അല്ലെങ്കിൽ ഇത് നേരെ എടുത്തുകൊണ്ട് പോകുക, ടൈലറിന്റെ അടുത്ത് ഓൾട്ടർ ചെയ്ത് ശരിയായ ഫിറ്റിങ്ങിലേക്ക് നിങ്ങളുടെ ഡ്രസ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ടിപ്പ് ഫിറ്റിംഗ് ഈസ്. രണ്ടാമത്തെ എന്റെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ചാണ്. ഈ വാച്ച് എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആണുങ്ങളുടെ ഒരു ശരിക്കും പറഞ്ഞ ഓർണമെന്റ് തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇൻവെസ്റ്റ് വൈസ്ലി ഇൻ എ വാച്ച്. നിങ്ങളെ വാച്ചിൽ നിങ്ങൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വാച്ച് എന്ന് പറഞ്ഞ സാധനം നമുക്കൊരു പേഴ്സണാലിറ്റി തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വാച്ച് കണ്ടാൽ തന്നെ നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമുക്കൊരു പേഴ്സണാലിറ്റി കൊണ്ട് തന്നെ സാധനമാണ് നമ്മുടെ വാച്ച്. അപ്പോൾ എപ്പോഴും വാച്ച് ധരിക്കുമ്പോൾ, വാച്ച് വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല ഒരെണ്ണം മേടിക്കാം. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങൾക്ക് പൈസ സ്പെൻഡ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ലേഡീസിനാണെങ്കിൽ ഓർണമെന്റ്സ് ഒരുപാട് സ്വർണ്ണം നമ്മൾ മേടിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പവൻ സ്വർണ്ണം മേടിക്കണമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു 45,000 കൊടുക്കണമെന്ന്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം കാര്യത്തിന് കുറച്ച് വില കൊടുത്ത് നല്ലൊരു വാച്ച് മേടിച്ചുകൂടാ? വാച്ച് നിങ്ങൾക്ക് തീർച്ചയായും സ്റ്റൈലും ലുക്കും തരും. ഡെഫിനറ്റ്ലി ഒരു സംശയവും വിചാരിക്കേണ്ട, കുറച്ച് കാശ് മുടക്കി നല്ല ബ്രാൻഡ് വാച്ച് മേടിക്കുക. ഓക്കെ, അത് ഇപ്പൊ എല്ലാവർക്കും കൊണ്ട് ഇപ്പോൾ ഓടിപ്പോയിട്ട് റോളക്സും ഒമേഗയും ഒന്നും മേടിക്കണം എന്നും പറ്റണം എന്നൊന്നുമില്ല. ബട്ട് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ പതുക്കെ ഓരോ ചെറിയ ബ്രാൻഡിൽ നിന്ന് കയറി ടോപ്പ് ബ്രാൻഡിൽ റോളക്സിലും അതേപോലെ പാത്തക് ഫിലിപ്പിയിലൊക്കെ ചെന്ന് എത്തണം നമ്മൾ. സോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അധ്വാനിക്കുകയും നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ സമ്പാദിച്ച് കയറി പോകണം. സോ വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് തന്നെ ഒരു സാധനമാണ്. സോ ഡെഫിനറ്റ്ലി വാച്ച് നിങ്ങൾ നല്ലത് തന്നെ മേടിക്കുക. എപ്പോൾ വാച്ച് മേടിച്ചാലും നല്ല ബ്രാൻഡഡ് വാച്ച് തന്നെ മേടിക്കുക. ഞാൻ ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ പോലെയല്ല, വാച്ച് ബ്രാൻഡഡ് തന്നെ മേടിക്കുക. വാച്ച് നമുക്ക് സമൂഹത്തിൽ വിലയും നിലയും തന്നെ സാധനം. തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂസ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ വാച്ചിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഷൂസ് പലപ്പോഴും ആൾക്കാർ ഇഗ്നോർ ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം കാലിടുന്ന സാധനമല്ലേ, ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റിയാണ് ഷൂസിന് പലപ്പോഴും ആൾക്കാർ കൊടുക്കുന്നത്. ഭയങ്കര അബ്സല്യൂട്ട്ലി റോങ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഷൂസ്, ഞാനൊക്കെ ആദ്യം തന്നെ ഷൂസിലോട്ടാണ് എനിക്ക് നോക്കണം. എനിക്ക് ഷൂസിൽ വല്ലാത്തൊരു ഹരം ഉള്ള ആളാണ് ഞാൻ. എനിക്ക് അതാണ് തന്നെ ഒരുപാട് ഷൂസ് ഉണ്ട്. ഓരോ ഒക്കേഷനും ഓരോ സംഭവങ്ങൾക്കും ഞാൻ ഓരോരോ ഷൂസ് ആണ് ധരിക്കുന്നത്. കാരണം ഷൂസിൽ ഭയങ്കര അധികം ഒരു സ്റ്റൈൽ ഉണ്ട് ഷൂസ്. അത് കാരണം വാച്ചിനെ പോലെ തന്നെ ഷൂസിലും ശരിയായ രീതിയിൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മാത്രമേ ഹൗ ടു ഡ്രസ് വെൽ എന്നുള്ള ഈ ഒരു വീഡിയോയില് പോയിന്റുകൾ എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. കാരണം ഈ എല്ലാ കോമ്പിനേഷനും കൂടി കൂടുമ്പോഴാണ് നിങ്ങളൊരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാളായി മാറുള്ളൂ. സോ ഷൂസ് എപ്പോഴും കാഷ്വലും വേണം, ഫോർമലും വേണം. ഇതെല്ലാം കൂടി മിക്സപ്പ് ചെയ്തിട്ടുള്ള, അല്ലാത്ത ഒക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ഫോർമലിൽ തന്നെ സ്മാർട്ട് ഫോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഷൂസുകളുണ്ട്. സോ ഒരുപാട് ഷൂസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. എപ്പോഴും ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു ചാത്തം പോയി മേടിക്കാണ്ട് നല്ല സാധനം ഇൻവെസ്റ്റ് ചെയ്യുക, ഷൂസ് ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല പൈസ മുടക്കി മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കുറേ നാൾ ഓടും. സോ നല്ല ബെസ്റ്റ് ഷൂസ് നിങ്ങൾ ധരിക്കുക എന്നുള്ളത്. പോയിന്റ് നമ്പർ 4 എന്ന് പറഞ്ഞാൽ ഒക്കേഷണൽ ഡ്രസ്സിങ്. ഡ്രസ് ഫോർ ദ ഒക്കേഷൻ. എന്താണ് ഒക്കേഷൻ എന്ന് അറിഞ്ഞു വേണം നമ്മൾ ഡ്രസ് ചെയ്യാൻ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെല്ലും. പക്ഷെ ഒരു വെന്യൂവിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു ഔട്ട് ഓഫ് ദ പ്ലേസ് ആയിട്ട് ഫീൽ ചെയ്യും. ആ ഒരു ഇവന്റിന് നമ്മൾ യോജിക്കാത്ത ഒരു കൈൻഡ് ഓഫ് ഡ്രസ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ടേൺ ഓഫ് ശരിക്കും പറയാം. അത് ആദ്യം നിങ്ങൾ മാറ്റിയെടുക്കുക.
ആ കറക്റ്റ് ഒക്കേഷന് നിങ്ങൾ ഡ്രസ് ചെയ്ത് പോവുക. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ 5 കൊല്ലത്തോളായി ഈ വീഡിയോ കൊണ്ട് നടക്കുന്നു യൂട്യൂബിൽ. അന്ന് പോലെ പറയുന്നുണ്ട് ഒക്കേഷണൽ ഡ്രസ്സിങ്. ബട്ട് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പോയിന്റ് തന്നെ ആയിട്ടാണ് എടുത്തെടുത്ത് പറഞ്ഞത്. റൈറ്റ് ഒക്കേഷനിൽ റൈറ്റ് ഡ്രസ് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ലുക്കും സ്റ്റൈലും ഉണ്ടാവുകയുള്ളൂ. 5th വൺ, സ്റ്റൈൽ പ്രോപ്പർലി. എപ്പോഴും നമ്മുടെ ഡ്രസ്സിങ്ങിന് സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ സ്റ്റൈൽ ചെയ്താൽ മാത്രമേ നമ്മുടെ ഡ്രസ്സിന് ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. സ്റ്റൈൽ ചെയ്താൽ മാത്രമേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. വെറുതെ ഇപ്പൊ നമ്മൾ വെൽ ഫിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സ് മേടിച്ച്, നല്ല ഷൂസ് മേടിച്ച്, നല്ല വാച്ച് കെട്ടി, ബട്ട് അത് സ്റ്റൈൽ ചെയ്യാൻ അറിയില്ലേ, ഗെയിം ഓവർ. അത് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യണം. എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പൊ ഇന്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യാം, എങ്ങനെ സ്റ്റൈൽ ചെയ്യാം. സോ സ്റ്റൈൽ ഇറ്റ് പ്രോപ്പർലി. എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളത് ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സെർച്ച് ഓൺ ഇന്റർനെറ്റ്. അടിപൊളി സ്റ്റൈലും ലുക്കൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇന്റർനെറ്റിൽ നിന്ന് തന്നെ കിട്ടും. വേറെ ആരും പഠിപ്പിച്ചൊന്നും തരേണ്ട കാര്യമൊന്നുമില്ല. സോ ഗെറ്റ് എ ഗുഡ് സ്റ്റൈൽ. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആണുങ്ങൾക്കും സ്വതവേ ഉള്ള ഒരു പോയിന്റാണ്. എനിക്ക് എന്തായാലും ആ ഒരു പ്രശ്നമുള്ള ആളല്ല. കാരണം ഞാൻ ഈ ഫാഷൻ ഭ്രാന്തുള്ള ആളായിട്ട് കളർ. നമ്മൾ പലപ്പോഴും ഷൈനസ് ടുവേർഡ്സ് സം കളേഴ്സ്, അതായത് കുറച്ച് കളേഴ്സിനോട് എപ്പോഴും ഒരു നാണമാണ്. അയ്യോ പിങ്ക് വേണ്ട, അയ്യോ മറ്റേ കളർ വേണ്ട. എന്ത് നമ്മളെല്ലായിട്ടും അങ്ങ് പൊളിക്കാതെ തന്നെ. കളറിനോട് നമുക്കൊരു ഷൈനസ് വേണ്ട. എല്ലാ കളറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നും പറഞ്ഞാൽ പിങ്ക് തന്നെ അടിമുടി പിങ്ക് ഇട്ടുകൊണ്ട് പോകാനല്ല പറയണ. ഏത് ഡ്രസ്സ് ധരിച്ചാലും ഒരു കളർ കോമ്പിനേഷൻ, ഒരു ഷാർപ്പ് ഒരു കളർ കോമ്പിനേഷനിൽ നമ്മൾ ഒരു ചെറിയൊരു ഫോക്കൽ പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു കളർ കോമ്പിനേഷൻ നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. സോ ബോൾഡ് കളേഴ്സ് ആയാലും ശരി, ന്യൂട്രൽ കളേഴ്സ് ആയാലും ശരി, കളർ ഒരു മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം നിങ്ങൾക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്ഫിറ്റിൽ 2 or 3 കളർ ആകാം, നോ ഇഷ്യൂ. 2 കളറൊക്കെ ആണെങ്കിൽ ഭയങ്കര ക്ലാസ് ആയിരിക്കും. പക്ഷെ ഈ 2 കളർ ഔട്ട്ഫിറ്റിന്റെ ഇടയിൽ ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് ഒരു 3ാമതൊരു കളറും കൂടി വന്നു കഴിയുമ്പോൾ അത് പൊളി ഐറ്റായി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണ കളറിനോട് നോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ കറുത്തവനാണ്, എനിക്ക് കറുത്ത ഷർട്ട് പറ്റൂല, ഞാൻ വെളുത്ത ആളാണ്, എനിക്ക് അതിന് മറ്റേ കളർ പറ്റില്ല, ഈ പരിപാടിയൊന്നും വേണ്ട. എല്ലാ കളറും നമുക്കെല്ലാം പറ്റും, നമ്മളെല്ലായിട്ട് പൊളിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കൊണ്ടുവരാ. എല്ലാ കളറും എല്ലാം നമുക്ക് യോജിക്കും. ഹൗ ടു ഡ്രസ് വെല്ലിൽ ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ നടക്കുള്ളൂ. എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്റ്റൈലും ലുക്കും കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. പുതിയ സ്റ്റൈലും ഫാഷനുള്ള വീഡിയോ ഞാൻ വരുന്നതാണ്. സ്റ്റേ സ്റ്റൈൽ.